വാഴകൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്? അതിന് എന്താണ് കാരണം? അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അത് ഓർഗാനിക്കലി അങ്ങ് സംഭവിച്ചു പോകുന്നതാണ്. അങ്ങനെ വാഴകളുടെ ജനനം, വാഴകൾ വളരുന്നത്, വളർന്ന് പന്തലിക്കുന്നത്, ഇതൊക്കെയാണ് ഈ സിനിമ ചർച്ച ചെയ്തിരിക്കുന്നത്. 3 വാഴകളാണ് സിനിമയുടെ തുടക്കത്തിലുണ്ടായിരുന്നത്. അവരുടെ കുട്ടിക്കാലം കാണിച്ചുകൊണ്ട് തുടങ്ങുന്നത്. അമിത് മോഹൻ, സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, അവരുടെ 3 പേരുടെയും കുട്ടിക്കാലം. പിന്നെ അവർക്ക് 3 പേരുടെയും തന്തമാരുണ്ട്. അസീസ് നെടുമങ്ങാട്, പിന്നെ കോട്ടയം നഷീറാണ് കൂട്ടത്തിൽ കലിപ്പൻ തന്ത. പിന്നെ നമ്മുടെ നോബിയുണ്ട്. നോബിയാണ് നമ്മുടെ ജോമോൻ്റെ അച്ഛൻ. അപ്പോൾ പുള്ളിക്കാരൻ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫാദറാണ്. ഈ അസീസ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് വയ്ക്കുന്ന ഒരു തന്ത. അങ്ങനെ എല്ലാവിധ റെപ്രസെൻറ്റേഷനുള്ള അച്ഛനമ്മമാരും അതുപോലെ കുട്ടികളൊക്കെ വച്ചിട്ടുള്ള ഒരു കുട്ടിക്കാലം. അതിൽ ഇവരുടെ ഈ വാഴ ഗ്യാങ് പതിയെ പുതിയ കൂടുതൽ വാഴകൾ വരുന്നു. അങ്ങനെ ഒരു വാഴപ്പണയായിട്ട് മാറുന്നതാണ്. പിന്നെ അവരുടെ ഒരു ജോലി ചെയ്യാൻ എത്തുന്ന സമയം വരെയുള്ള വാഴകളുടെ ഒരു ജീവിത കാഴ്ച നമുക്ക് കണ്ട് ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സിനിമ ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ അമിത് മോഹനാണ് കുറച്ചുകൂടി അഭിനയ പ്രാധാന്യമുള്ള റോള് ചെയ്തിരിക്കുന്നത്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഏത് കാലഘട്ടത്തിലും വരുന്ന, ഇപ്പം കോളേജ് പഠിക്കുമ്പോഴായാലും അല്ലെങ്കിൽ +2 കാലഘട്ടമാണെങ്കിലും അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടമാണെങ്കിലും കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ആ റോൾ നന്നായിട്ട് ചേരുന്നത് പുള്ളിക്കാണ്. പക്ഷേ കൂട്ടത്തിൽ സ്കോർ ചെയ്തിരിക്കുന്ന ആരായിരിക്കും? അത് ജോമോൻ ജ്യോതിർ തന്നെയാണ്. കാരണം പുള്ളിയുടെ മുഖത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഹാസ്യം. അപ്പം അത് ആ ഒരു സ്വതസിദ്ധമായിട്ടുള്ള കഴിവ് പുള്ളിക്കുണ്ട്. പുള്ളി കലക്കിയിട്ടുണ്ട്. സിജു സണ്ണി ഓൾസോ അടിപൊളിയായിരുന്നു. പിന്നെ ഇവരുടെ കൂടെ പിന്നെ സാഫ് ബ്രോ ഉണ്ട്, അനുരാജ് ഓബി ഉണ്ട്, അജിൻ ജോയ് ഉണ്ട്. പിന്നെ നമ്മുടെ ഹാഷറും അലൻ പിന്നുള്ള ടീം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. കുറച്ച് സമയമൊക്കെ ഉള്ളൂ, ഒരുപാട് സ്ക്രീൻ ടൈമൊന്നുമില്ല. പക്ഷെ അവരുടെ ഒരു കളികളൊക്കെ ഉള്ളത് വാഴ 2-ലാണ്. അടുത്തൊരു പാർട്ട് ഇറങ്ങുമെന്നാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. കുറച്ചേ ഉള്ളൂവെങ്കിലും ഹാഷർ പുള്ളിക്കാരൻ്റെ സ്വസിദ്ധമായിട്ടുള്ള പുള്ളിയുടെ ഒരു മാനറിസം പരിപാടികൾ അതൊക്കെ തന്നെയാണ്. ഹാഷറായിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഹാഷർ എന്നുള്ള കഥാപാത്രം തന്നെയാണ് അടിപൊളി ചെയ്തിട്ടുണ്ട്. പുള്ളി വരുന്ന സീനൊക്കെ തിയേറ്ററിൽ നല്ല കൈയടിയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ പുള്ളി ചെയ്തു പോയിട്ടുണ്ട്. ഭയങ്കര തലതല്ലിച്ചിരിക്കുന്ന കോമഡി ഒന്നുമില്ല. എന്നാൽ ത്രൂ ഔട്ട് രസിപ്പിച്ച് തന്നെയാണ് പടം മുന്നോട്ട് പോകുന്നത്. അത്യാവശ്യം കൗണ്ടറും സിറ്റുവേഷൻ കോമഡിയൊക്കെ ഉണ്ട്. ഇത് ഡിസ്ക്ലൈമറാണ് കേട്ടോ. ഇത് ഞാൻ തിയേറ്ററിൽ നല്ല ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കൊണ്ടപ്പം എനിക്കുണ്ടായ അനുഭവമാണ്. ഇനി OTT വന്നിരുന്ന് കാണുമ്പം ലാഗാണ്, ആരുടെ ഇതിന് നല്ല അഭിപ്രായം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടുപ്പ് കെട്ടിയടിക്കും. കാരണം തിയേറ്ററിൽ വന്ന് കാണുമ്പോഴേക്കും ആ ഒരു വൈബിൻ്റെ കൂടെ കണ്ട് ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. അല്ലാതെ വന്ന് OTT കാണുമ്പോൾ ഒന്നും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് പടം കുറച്ചുകൂടി സീരിയസ് മോഡിലോട്ട് പോകുന്നുണ്ട്. അത് നന്നായിട്ടുണ്ട്. പക്ഷേ അവിടെ ഇടയ്ക്ക് മിനു സുജോയുടെയൊക്കെ ഒരു സീൻ വരുന്ന സമയത്ത് പുള്ളിക്കാരി കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ടാണ് തോന്നി. പക്ഷേ ആ സിറ്റുവേഷനൊക്കെ നമ്മുടെ കോട്ടയം നസീർ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഗംഭീര നടൻ തന്നെ കേട്ടോ. കോട്ടയം നസീർ കിടുവായിരുന്നു. ഇതിലുള്ള പല സാഹചര്യങ്ങളിലൂടെയും നമ്മൾ പലരും കടന്നു പോയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കതൊക്കെ നല്ലതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒട്ടുമിക്ക ബോയ്സിന് ഈ സിനിമ നന്നായിട്ട് റിലേറ്റഡ് ആവുമെന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. അതുപോലെ തന്നെയാണ് ആ കോട്ടയം നസീർ എന്നുള്ള അച്ഛനെയും നല്ല റിലേറ്റ് ചെയ്യാൻ പറ്റും. അസീസ് നെടുമങ്ങാട് ഓൾസോ അവസാനം കുറച്ച് സമയം പുള്ളിയുടെ ഒരു കിടു പെർഫോമൻസ് ഉണ്ട്. ജഗദീഷ് ഉണ്ട്. പിന്നെ അശ്വിൻ കുറച്ചേ ഉള്ളൂ, പക്ഷേ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ബേസിലും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അത്യാവശ്യം ചിരിപ്പിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ താരതമ്യേന കോമഡി കുറവാണ്, കുറച്ചുകൂടി സീരിയസ് ട്രാക്കിലാണ് പോകുന്നത്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും രസമായിട്ട് വന്നിട്ടുണ്ട്. ക്ലൈമാക്സ് പോർഷനിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള സബ്ജക്ട്സ്, അച്ഛനമ്മമാരുടെ കൺസേൺ, എസ്പെഷ്യലി പഠിക്കുന്ന പിള്ളേർ ജോലി കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോകുമ്പോൾ ഉള്ള അച്ഛനമ്മമാരുടെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സാധാരണ സിനിമയിലുള്ളതുപോലെ കുട്ടിക്കാലം മൊത്തം കാണിച്ച് കഴിഞ്ഞിട്ട് നേരെ കൊണ്ട് അവരുടെ ഇപ്പോഴത്തെ ഇതിലോട്ട് പോവുകയല്ല ചെയ്തത്. കുട്ടിക്കാലത്തെ ഓരോ ആസ്പെക്റ്റും വളർന്നു വരുമ്പോൾ എങ്ങനെയായിട്ട് മാറുന്നു എന്നുള്ളത് കാണിച്ച് വീണ്ടും കുട്ടിക്കാലത്തോട്ട് പോയിട്ട് പിന്നെ ഇടയ്ക്കുള്ള കാലഘട്ടം, അങ്ങനെ അത് നല്ല രസമാണ്. അതൊരു പുതുമയുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി. ആനന്ദ് മേനോനാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഗൗതമൻ്റെ രഥം എന്നുള്ള സിനിമ, അത് നമുക്ക് കുറേ പേർക്കൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ഡയറക്റ്റ് ചെയ്താണ്. റൈറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ, അതുപോലെ ജയ ഹേക്കെ ഡയറക്റ്റ് ചെയ്ത വിപിൻ ദാസിൻ്റെയാണ് കഥയും തിരക്കഥയും. അരവിന്ദ് പൂസേരിയുടെ സിനിമാറ്റോഗ്രഫിയും കണ്ണൻ മോഹൻ്റെ എഡിറ്റിങ്ങും ഒക്കെ നന്നായിരുന്നു. മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് കുറേ ടീമുകൾ ചേർന്ന് ചെയ്തതാണ് മ്യൂസിക് സ്കോറൊക്കെ. ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഓവറോൾ ഒരു ഫൺ ഫിൽഡ് റൈഡായിരുന്നു. ഇപ്പോഴത്തെ യൂത്തിനൊക്കെ നന്നായിട്ട് പയ്യന്മാർക്ക് കണക്റ്റ് ആവുകയും നന്നായിട്ട് എൻജോയ് ചെയ്യാനും എന്നാൽ കുറച്ച് ചിന്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ട്. അങ്ങനെ ഒരു കൊച്ചു വൈബ് പടമായിട്ടാണ് വാഴ എനിക്ക് അനുഭവപ്പെട്ടത്. ഇപ്പം നേരത്തെ പറയാൻ വിട്ടുകൂടെ, എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. വരട്ടെ.